എങ്ങനെയുണ്ടാ? നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ കയറി ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ട്, ഒരുപാട് ബുദ്ധിമുട്ടില്ല. ചെറിയ മക്കൾ വരെ കയറുന്നുണ്ട്. അപ്പം കയറി കഴിഞ്ഞാൽ നല്ല ഇതാ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അടിച്ചുപൊളി വ്യൂ. അവിടെ അടുത്ത് കോഴിക്കോടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വന്നിട്ട് വിസിറ്റ് ചെയ്യുക അല്ലേ. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു ട്രിപ്പിലാണ്. നമ്മുടെ ഒരു ചെറിയ ട്രക്കിംഗ് ആണ്. മീറോഡ് മല. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അവരിതാ ജസ്റ്റ് അങ്ങോട്ട് നടന്നുള്ളൂ. ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ചു. മീറോഡ് മല അല്ലെങ്കിൽ മൈക്രോവേവ് മല എന്ന് ഇതിന് 2 പേരുണ്ട്. അപ്പം നല്ല കുത്തനുള്ള കയറ്റമാണ്. നമ്മളിപ്പോൾ കയറി വന്ന കയറ്റമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഇനിയും കയറണം, ഇനി കുറച്ച് നടന്ന് കയറണം. ഇനി അങ്ങോട്ടേക്ക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്. അപ്പം അതെ, ഇത് ഈ അടുത്തായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും എല്ലാം കാണാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ മീറോഡ് മല അല്ലെങ്കിൽ മൈക്രോവേവ് മലയിലേക്കുള്ള വഴി. ഇതാണ് നല്ല കുത്തനെയുള്ള കയറ്റാണ്, അതും ടാറിട്ട റോഡാണ്. അനിയത്തിയൊക്കെ ഇതാ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഹെയർ പിൻ വളവ് പോലെ കയറിയിട്ട് കയറണം വരെ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മൈക്രോവേവ് റിപ്പീറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന് മൈക്രോവേവ് മല എന്നൊരു പേര് കൂടി ഉണ്ട്. കുത്തനെ കയറാണ്ട്. ഇവിടെ മെയിൻ നമുക്ക് ആൾക്കാർ വരുന്നത് കണ്ടില്ല, ഇഷ്ടംപോലെ 2 വീലേഴ്സും പിന്നെ കാറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ മെയിനായിട്ട് വരുന്നത് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാനായിട്ടാണ്. ഇപ്പോൾ വൈകുന്നേരമായി ഏകദേശം. ഓ, 2 വീലറുകാരൊക്കെ കയറ്റുന്നുണ്ട് മുകളിലേക്ക്. നമുക്ക് കയറ്റാൻ പറ്റും. ഇത്തിരി ധൈര്യം കൊണ്ട് നമുക്ക് കയറ്റാം. നല്ലൊരു ട്രെക്കിംഗ് സ്പോട്ട് കൂടിയാണ്. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്തുള്ള മേപ്പയൂരിൻ്റെ അടുത്തുള്ള എന്താണ് മലയുടെ പേര്? മീറോഡ് മല. അതെ, നമുക്ക് എന്തായാലും കുത്തനെ കയറാം. അവർക്ക് നല്ല സ്പീഡ് കേട്ടോ, അവർ വേഗം വേഗം കയറി പോകുന്നുണ്ട്. അമ്മയും അച്ഛനും അനിയത്തി സ്ലിപ്പാണ്ടേട്ടാ. ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ്. ഇപ്പോൾ ഫാമിലി എല്ലാവരും വരുന്നുണ്ട്. ഇപ്പം നല്ലോണം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്ന് മുകളിൽ നല്ല വ്യൂ ആണ്. മക്കളൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് മുകളിൽ. ഈ സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, കൊയിലാണ്ടിക്കടുത്ത്, കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്ത് മേപ്പയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കയറി വഴിക്കായി ഉണ്ടോ, നമുക്ക് ഇങ്ങനെ കയറി പോകണം കുത്തനെ. ഓ, ഇപ്പോൾ സൺസെറ്റ് ആവാനായി. നമ്മൾ ആ ഒരു ടൈം നോക്കിയാണ് വന്നത്. സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അമ്മ വേമ്പ സ്റ്റാമിന തീർന്ന ആവുന്നില്ല. അമ്മ എന്നാ അച്ഛനാ ഉഷാർ കേട്ടോ. അമ്മയ്ക്ക് കാല് വേദന, എന്നിട്ട് അമ്മ റെസ്റ്റ് അടിച്ചു. അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ പോണം. ഇതാണ് അനിയത്തി ഞങ്ങളുടെ. അടിപൊളി വ്യൂ ആണ് മുകളിൽ. വാ, സൂപ്പർ. എന്താ വ്യൂ അമ്മോ? അടിപൊളി വ്യൂ ആ അമ്മേ. നടക്കാൻ പറ്റണ്ടേ, രക്ഷയില്ല. ഒരുപാട് പേര് പോയി റിട്ടേൺ അടിക്കുകയാണ് അല്ലേ.
അപ്പോൾ ദൂരെ കാണുന്നതാണ് അകലാപ്പുഴ അല്ലേ. അമ്മ അവിടെ എത്തി. ഒരുപാട് ടൂറിസ്റ്റുകളിവിടെ വരുന്നുണ്ട്, കണ്ടില്ലേ, നിറയെ വണ്ടികൾ കാണാം. അമ്മോ, മക്കൾ കയറി പോകുന്നുണ്ടോ? എങ്ങനെയുണ്ട് അച്ഛാ? നല്ല അടിപൊളിയായിട്ടുണ്ട്. കയറി പകുതി എത്തിയുള്ളൂ അല്ലേ? പകുതി എത്തിയിട്ടുള്ളൂ. രക്ഷയില്ല, ചൂടുണ്ട്. ടൂ വീലർ മുകളിൽ വരെ പോകുന്നുണ്ട്. മുകളിലോട്ട് പോയി താഴോട്ടാണ് വളരെ ശ്രദ്ധിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണല്ലേ എന്ത്? അതെയോ? അപ്പോൾ നമ്മളിതാ കയറി ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വ്യൂ ആണ്. കയറാൻ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടില്ല, ചെറിയ മക്കൾ വരെ കയറുന്നുണ്ട്. അപ്പം കയറി കഴിഞ്ഞാൽ നല്ല ഇതാ കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അടിച്ചുപൊളി വ്യൂ. അവിടെ അടുത്ത് കോഴിക്കോടൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും വന്നിട്ട് വിസിറ്റ് ചെയ്യുക അല്ലേ ഏട്ടാ? പിന്നെ അല്ലാതെ ഇപ്പോൾ സൺസെറ്റ് ആവാൻ പോകുന്നുള്ളൂ. പിന്നെ അവര് ഹായ് അറിയൂ. പിന്നെ എങ്ങനെയുണ്ട് മുകളിൽ? ഓള് കറക്റ്റ് അഭിപ്രായം പറയും. അടിപൊളി സ്ഥലമാണ്, സൂപ്പർ പ്ലേസ്, അടിപൊളി. അതെ, മുകളിൽ കയറി നല്ല അടിപൊളി വ്യൂ ആണ്. ഇതൊക്കെ മലകളല്ലേ? അകലാപ്പുഴയാണ് തോന്നുന്നത്. പിന്നെ ഡാം കാണാം അവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇങ്ങോട്ടല്ലേ? അതെ, ഡാം കാണുന്നുണ്ട്. ഡാം പെരുവണ്ണ വഴിയല്ലേ? അവിടെ എന്താ? കടല്. സൺസെറ്റ് ആവാൻ പോന്നെ. ഇപ്പൊ കടൽ അവിടെ സൂര്യപ്രകാശത്തിന് താഴെ വെള്ളം കണ്ടില്ലേ? ഇതാണ് സൺസെറ്റ് ആണ് നമ്മളിപ്പോൾ ആവാൻ പോകുന്നത്. നേരെ നോക്കിയാൽ കടലും കാണാം. ഇവിടെ അകലാപ്പുഴ, ഇപ്പുറം കടല്. ഇങ്ങേറ്റം വന്നു കഴിഞ്ഞാൽ ഡാമുണ്ട് ഇവിടെ. ഏറ്റവും ടോപ്പിലെത്തി. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട് നമുക്ക്. കപ്പാസിറ്റി കംപ്ലീറ്റ് പോയി. എഞ്ചാതി ചൂടാണ്, ഭയങ്കര ചൂട്. ഞങ്ങളൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഇത്ര ചൂടില്ലായിരുന്നു. നല്ല ചൂട്, വേർത്ത് എൻ്റെ മേക്കപ്പ് ഒക്കെ പോയി. അതാണ് ഒക്കെ വിഷമം, അതാണ് എൻ്റെ വലിയൊരു വിഷമം. അതാ പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട് ഇവിടെ വന്നാലും കാണാൻ അടിപൊളിയാണ്. പക്ഷെ ഇതുവരെ ആരും എന്താ പറയുക, ഒരുപാട് പേര് വരാത്തൊരു പ്ലേസ് ആയിരിക്കും. ഈ അടുത്താണ് ഇതൊരു ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്.
ഹലോ. ഇവിടെ എത്തിയ നല്ലൊരു കാറ്റുണ്ട് അല്ലേ? ആ ഇങ്ങോട്ടൊരു ഇതുണ്ട്, കാറ്റുണ്ട്. എങ്ങനെയുണ്ട് അമ്മ സ്ഥലം? ഇവിടുന്ന് നല്ല വ്യൂ ആണ്, ഇങ്ങനെ താഴ്ചയാണ്. അപ്പം നന്നായിട്ട് കാണാം, അങ്ങനെ ഒരുപാട് ഏരിയ കാണില്ല നമുക്ക് ഇവിടുന്ന്. അടിപൊളി. എവിടെ? ആ ഓക്കെ. മോട്ടർ വെച്ച് അടിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്, മലയിലെ വിശേഷങ്ങള്. സന്ധ്യയായിട്ടുണ്ട്. ഇപ്പൊ സന്ധ്യ ഏകദേശം താഴേക്ക് ഇറങ്ങാണ്. അവരൊക്കെ ഇറങ്ങി തുടങ്ങി. അമ്മയും കുഞ്ഞാവൊക്കെ താഴേക്ക് ഇറങ്ങി. തിരിച്ചിറങ്ങുന്നത് ഞങ്ങൾ കാണിക്കുന്നില്ല, സെയിം തന്നെയാണ്. റിപ്പീറ്റ് ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ കോഴിക്കോട് കൊയിലാണ്ടി ആണ്. ഇപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഇവിടെ കൂടി വിസിറ്റ് ചെയ്യാം. നല്ല അടിപൊളി സ്ഥലമാണ്. എന്താ പറയുക, നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ ഉള്ള സ്ഥലമുണ്ട്. വരുന്നവര് കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ സ്നാക്കൊക്കെ എടുക്കുക. കാരണം മേലെ ഒന്നുമില്ല. എടുക്കേണ്ടവർക്കൊക്കെ ഞങ്ങൾ എടുത്തില്ല, പക്ഷേ ക്ഷീണിച്ചു. പക്ഷെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യുക, ഏട്ടനെ ഹെൽപ്പ് ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ബൈ ബൈ പറ. ബൈ പറ ഒരിടത്ത്. അച്ഛാ, നമ്മുടെ സുഹൃത്തുക്കളോട് ബൈ പറയൂ. അപ്പോൾ ശരി ബൈ.